സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 2024 T20 ലോകകപ്പിന് ശേഷം വലിയൊരു മാറ്റത്തിലൂടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കടന്നുപോകുന്നത്. ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു കോച്ചിംഗ് സംഘത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. മുൻ കോച്ചായ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ വമ്പൻ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചിരുന്നത്. 2022 T20 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇടം പിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ശേഷം 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ വരെ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ ഫൈനൽ മത്സരത്തിൽ നിർഭാഗ്യകരമായി ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. പിന്നീടാണ് 2024 T20 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതിനുശേഷം പുതിയ കോച്ചിംഗ് സഖ്യമെത്തുമ്പോൾ കൂടുതൽ പ്രതീക്ഷകളാണുള്ളത്. ഗൗതം ഗംഭീറിന്റെ കീഴിലുള്ള ഇന്ത്യയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ നമുക്ക് പരിശോധിക്കാം. അസിസ്റ്റന്റ് കോച്ചുകൾ: അഭിഷേക് നായർ. ഇന്ത്യക്കായി അധികം മത്സരങ്ങളിൽ അണിനിരക്കാൻ സാധിച്ചില്ലെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലെ നിറസാന്നിധ്യമായിരുന്നു അഭിഷേക് നായർ. 2009 ഇന്ത്യക്കായി 3 ഏകദിന മത്സരങ്ങൾ മാത്രമാണ് അഭിഷേക് നായർ കളിച്ചിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ അഭിഷേക് നായർക്ക് പിന്നീട് ടീമിൽ അണിനിരക്കാൻ സാധിച്ചില്ല. മറുവശത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 2008 മുതൽ 2014 വരെ അഭിഷേക് നായർ കളിച്ചിരുന്നു. IPL നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അഭിഷേക് നായർ കോച്ചിംഗ് കരിയർ ആരംഭിക്കുന്നത്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL കിരീടം ചൂടിയപ്പോൾ അഭിഷേക് നായരായിരുന്നു ബാറ്റിംഗ് കോച്ച്. റയാൻ ടെൻ ഡോഷെ. ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച് നെതർലൻഡ്സിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ച താരമാണ് റയാൻ ടെൻ ഡോഷെ. നെതർലൻഡ്സിനായി 33 ഏകദിന മത്സരങ്ങളും 24 T20 മത്സരങ്ങളും ഡോഷെ കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 2011 മുതൽ 2015 വരെ സജീവ സാന്നിധ്യമായിരുന്നു ഡോഷെ. ബാറ്റിംഗിലും ബോളിംഗിലും മികവ് പുലർത്താൻ സാധിക്കുന്ന ഡോഷെ കൊൽക്കത്തയ്ക്കായി മികച്ച പ്രകടനങ്ങൾ IPL കാഴ്ചവെച്ചിട്ടുണ്ട്. ശേഷമാണ് ഇന്ത്യയുടെ കോച്ചിംഗ് സ്റ്റാഫായി താരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബൗളിംഗ് കോച്ച് മോർനെ മോർക്കൽ. 2006 മുതൽ 2018 വരെ ദക്ഷിണാഫ്രിക്കയ്ക്കായി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അണിനിരുന്ന താരമാണ് മോർനെ മോർക്കൽ. തന്റെ കരിയറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി വമ്പൻ റെക്കോർഡുകളാണ് ഈ താരം സ്വന്തമാക്കിയിട്ടുള്ളത്. 86 ടെസ്റ്റ് മത്സരങ്ങളും 117 ഏകദിന മത്സരങ്ങളും 44 T20 മത്സരങ്ങളും ദക്ഷിണാഫ്രിക്കയ്ക്കായി മോർക്കൽ കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 70 മത്സരങ്ങളാണ് മോർക്കൽ കളിച്ചിട്ടുള്ളത്. 2009 മുതൽ 2016 വരെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മോർക്കൽ സജീവമായിരുന്നു. ശേഷമാണ് മോർക്കൽ കോച്ചിംഗ് കരിയർ ആരംഭിച്ചത്. 2023 പാകിസ്ഥാൻ നാഷണൽ ടീമിന്റെ കോച്ചായിരുന്നു മോർക്കൽ. ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ്. രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പരിശീലകനായിരുന്ന സമയത്തും ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ചായിരുന്നു ടി ദിലീപ്. കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യൻ ടീം ഫീൽഡിംഗിൽ മികവ് പുലർത്താൻ പ്രധാന കാരണം ദിലീപിന്റെ മികവ് കൂടിയാണ്. അതിനാൽ തന്നെ ഗംഭീറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സപ്പോർട്ടിംഗ് സ്റ്റാഫായി ദിലീപിനെ നിലനിർത്തിയിട്ടുണ്ട്. ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ. ഇന്ത്യൻ ടീമിന്റെ ഇതിഹാസ താരമാണ് ഗൗതം ഗംഭീർ. ഇന്ത്യക്കായി 2003 മുതൽ 2016 വരെ ഗൗതം ഗംഭീർ കളിച്ചിട്ടുണ്ട്. 58 ടെസ്റ്റ് മത്സരങ്ങളും 147 ഏകദിനങ്ങളും 37 T20 മത്സരങ്ങളുമാണ് ഇന്ത്യക്കായി ഗംഭീർ കളിച്ചത്. ഇതിൽ നിന്ന് വമ്പൻ റെക്കോർഡുകൾ തന്നെയാണ് ഗംഭീർ സ്വന്തമാക്കിയിട്ടുള്ളത്. 2008 മുതൽ 2018 വരെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാരനായി തുടരാൻ ഗംഭീറിന് സാധിച്ചു. 154 IPL മത്സരങ്ങളാണ് ഈ ലെജൻഡ് താരം കളിച്ചിട്ടുള്ളത്. ശേഷമാണ് ഗംഭീർ പരിശീലന സ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിവിധ ഫ്രാഞ്ചൈസികളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിരുന്നു ഗംഭീർ. അതിനാൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഗംഭീർ.